കൽപ്പറ്റ നഗരത്തിലെ മെസ് ഹൗസ് റോഡാണ് ഈ സ്വീകരണത്തിന് വേദിയായത്. പ്രദേശവാസിയായ റഫീഖ് പുലിക്കോടൻ സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നതറിഞ്ഞ് സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. വിമുക്ത ഭടന്മാരുടെ സംഘടനയും ഒപ്പം ചേർന്നു. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ യൗവനവും കൗമാരവും എല്ലാം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്ന ചെറിയൊരു നന്ദി സൂചകമായിട്ടുള്ള ഇത് അടുത്ത ജനറേഷന് ഇത് കണ്ടിട്ട് അതിലേക്കൊരു പ്രചോദനമാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ സ്നേഹപ്രകടനം രാജ്യത്തോടുള്ള സ്നേഹമായാണ് കാണുന്നതെന്നായിരുന്നു റഫീഖിന്റെ മറുപടി. ഈ ഒരു സ്വീകരണം ഏതൊരു പട്ടാളക്കാരനും ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് തരുന്ന സ്പിരിറ്റ് അതൊരു ഭാരതീയ സൈന്യത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ സ്പിരിറ്റ് ദേശീയതയ്ക്ക് വേണ്ടി ഇവരുടെ ഉള്ളിൽ എന്നെന്നും നിലകൊള്ളട്ടെ എന്ന് ഞാൻ പറയുന്നു. റഫീഖിനെ ഘോഷയാത്രയായി വീട്ടിലെത്തിച്ച ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ ഉണ്ട് നമ്മളോടൊപ്പം. കമൽ, പൊതുവേ നമുക്കറിയാവുന്ന ഏതെങ്കിലും സൈനികരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊരു ബഹുമാനം നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലേ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി, ഒരു സൈനികൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു, അങ്ങനെ ഒരു സ്വീകരണം കൊടുക്കുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അദ്ദേഹം ചെയ്ത സേവനത്തിനോട് അതിനൊരു ആദരവ് കൽപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വരും തലമുറയ്ക്കും ഇതൊക്കെ ഒരു പാഠമാകണം അദ്ദേഹത്തിന്റെ ജീവിതം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കുന്നത് എന്നുള്ള നല്ല ഉദ്ദേശവും ആ നാട്ടുകാരെ തന്നെ തുറന്നു പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ നാട്ടിലും സൈനിക സേവനം നടത്തുന്ന ആളുകളുണ്ടാകും. അവരൊക്കെ 15-20 വർഷം കഴിയുമ്പോൾ സേവനം അവിടെ നിന്ന് വിരമിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ പതിവാണ്. പക്ഷേ ഈ കൽപ്പറ്റയിലെ റഫീഖ് പുലിക്കോടനെ പോലെ ഉള്ളൊരു ഭാഗ്യം അവർക്കൊന്നും ഉണ്ടാകില്ല. കാരണം അത്രയും സ്നേഹോഷ്മളമായൊരു സ്വീകരണമാണ് നാട്ടുകാർ റഫീഖിന് നൽകിയത്. റഫീഖ് സൈനിക വേഷത്തിലെത്തി ആ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി. അതിനോടൊപ്പം ഈ വിമുക്ത ഭടന്മാരുടെ സംഘടനയുണ്ടായിരുന്ന അവരിൽ ചിലർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളൊക്കെ ഇതേപോലെ വിരമിച്ച് വന്നപ്പോൾ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നാട്ടുകാരൊക്കെ പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ വിരമിച്ചാണ് തിരിച്ചെത്തിയതെന്നൊക്കെ. പക്ഷേ റഫീഖിനെ സ്വീകരിക്കാൻ കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ 2 ദിവസം മുൻപ് തന്നെ തീരുമാനിക്കുകയായിരുന്നു. അത് വലിയൊരു ആഘോഷമാക്കി മാറ്റി. കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മെസ് ഹൗസ് റോഡ്. ആ റോഡിലാണ് റഫീഖിൻ്റെ വീട്. അവിടെയുള്ള പ്രദേശവാസികളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ സ്വീകരണം ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തത്. വളരെ കളർഫുള്ളായ ഒരു സ്വീകരണം തന്നെയാണ് റഫീഖിന് നൽകിയത്. പലപ്പോഴും റഫീഖ് അതിൽ വളരെ വികാരത്തോടു കൂടിയാണ് സംസാരിച്ചതും. കാരണം ഈ നാട്ടുകാരുടെ സ്വീകരണം അവരുടെ ഒരു രാജ്യസ്നേഹം കൂടിയായാണ് കാണുന്നത് എന്നായിരുന്നു റഫീഖിന് പറയാനുണ്ടായിരുന്നത്. റഫീഖ് ചെറുപ്പത്തിൽ തന്നെ പത്രം വിതരണം ചെയ്തും അങ്ങനെ സ്വന്തം ജോലികളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടി പഠിച്ച ഒരാളാണ്. സ്പോർട്സ് കോട്ടയിലാണ് കോളേജിലൊക്കെ പ്രവേശനം നേടിയത്. അതിനുശേഷം സൈനിക റിക്രൂട്ട്മെന്റിലൂടെ സൈന്യത്തിലേക്ക് പോവുകയായിരുന്നു. 21 വർഷത്തെ വലിയ സേവനം ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത മനുഷ്യനാണ്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന തരത്തിൽ ജീവിതം അങ്ങനെ ജീവിച്ചു പോയ ഒരു വ്യക്തിയാണ്. അങ്ങനെ തിരിച്ചെത്തുമ്പോൾ ഉറപ്പായിട്ടും ആ നാടിന്റെ സ്നേഹം അദ്ദേഹം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നാട്ടുകാർ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ശരിയാണ്, പലപ്പോഴും നമ്മൾ ഇങ്ങനെ കേൾക്കാറില്ലല്ലേ. തിരിച്ചു വരുമ്പോഴത്തേക്കും വളരെ അപൂർവമാണ്. അതിലൊരു ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നുള്ള ഈ ഒരു സംഭവം.